നമസ്കാരം. പിണറായി സർക്കാരും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും ചേർന്നുകൊണ്ട് കേരളത്തെ മുടിപ്പിച്ചു എന്ന കാര്യം നമുക്കൊക്കെ അറിയുന്നതാണ്. ചെയ്യുന്നതൊക്കെ ധൂർത്തും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഇറങ്ങുന്നു. അത് ധനവകുപ്പ് അനുവദിക്കേണ്ടതായി നിർബന്ധിക്കപ്പെടുന്നു. അതിന്റെ പേരിൽ ധനവകുപ്പ് ആ തുകയൊക്കെ അനുവദിക്കുന്നു. എല്ലാത്തിന്റെയും അവസാനമായി ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നതാണ്. ഇതോടെ എല്ലാവരും കൈ കഴുകിപ്പോയി. ഇനി ഇവിടെ ബാക്കിയുള്ളത് ധനവകുപ്പും ധനവകുപ്പിന്റെ അധികാരി എന്നറിയപ്പെടുന്ന നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലുമാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണോ അല്ലയോ എന്നതല്ല ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അവിടെ ഉത്തരം പറയേണ്ടുന്ന വ്യക്തി എന്ന് പറയുന്നത് ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സ്ഥിതിക്ക് ഇനി സഖാക്കന്മാരുടെ മുഖം രക്ഷിക്കുക എന്നതൊന്നും നടപ്പിലാകില്ല. ഇവിടെ ഇനി സാധ്യമായത് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ധനവകുപ്പ് മന്ത്രി എത്തുകയാണ്. അതിന്റെ പേരിലാണ് ഇപ്പോൾ തോമസ് ഐസക്, മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിന്റെ കാലത്ത് അനുവദിച്ച ക്ഷാമബത്ത കുടിശ്ശിക PF-ൽ നിന്ന് പിൻവലിക്കുന്നതിന് ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ വിലക്ക് ഏർപ്പെടുത്താനൊക്കെ തീരുമാനിക്കുന്നത്. അതല്ലാതെ മറ്റൊരു രക്ഷയില്ല. പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നൽകാനുള്ള പണം ഇപ്പോൾ ധനവകുപ്പിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സഖാക്കന്മാരുടെ മുഖം രക്ഷിക്കുക എന്ന് വിചാരിച്ചിരുന്നാൽ നടക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല നിയന്ത്രണങ്ങളും ബാലഗോപാൽ എടുക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ ക്ഷാമബത്ത കുടിശ്ശിക PF-ൽ നിന്ന് പിൻവലിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ എന്നതാണ് വിവരം. കാലാവധി പൂർത്തിയായെങ്കിൽ പോലും ജീവനക്കാർക്ക് പണം നൽകരുത് എന്ന് അക്കൗണ്ട് ജനറലിന് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് നൽകിയെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 2021 ഫെബ്രുവരിയിലാണ് ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടന്ന DA-യിൽ നിന്ന് 4% തുക അനുവദിച്ചിരുന്നത്. 2019 ജനുവരി 1 മുതൽ 3%, ജൂലൈ 1 മുതൽ 5%, 2020 ജനുവരി 1 മുതൽ 4%, ജൂലൈ 1 മുതൽ 4% ഒക്കെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിരുന്നു. ക്ഷാമബത്ത കുടിശ്ശിക തോമസ് ഐസക് പ്രഖ്യാപിച്ചെങ്കിൽ പോലും പണമായി നൽകിയിരുന്നില്ല. പകരം PF-ൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. ലയിപ്പിച്ച ഓരോ ഘടകവും യഥാക്രമം 2023 ഏപ്രിൽ 1, സെപ്റ്റംബർ 1, 2024 ഏപ്രിൽ 1, സെപ്റ്റംബർ 1 എന്നീ തീയതികളിലൊക്കെ പിൻവലിക്കാമെന്നൊക്കെ തോമസ് ഐസക്, മുൻ ധനമന്ത്രിയായിട്ടുള്ള സഖാവായിട്ടുള്ള തോമസ് ഐസക് ഉത്തരവ് ഇറക്കിക്കൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ ആ നടപടിക്കാണ് ഇപ്പോൾ ധനമന്ത്രി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത്. തോമസ് ഐസക് മാറി ധനമന്ത്രിയായി ബാലഗോപാൽ എത്തുമ്പോൾ ഇതോടെ കാലാവധി പൂർത്തിയായിട്ടും ഐസക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പല ഗഡുക്കളും പിൻവലിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. 4ാം ഗഡു കഴിഞ്ഞ ദിവസം മുതൽ പിൻവലിക്കാം എന്നൊക്കെ തോമസ് ഐസക് വാഗ്ദാനം ചെയ്യുമ്പോഴും അതൊക്കെ വെറും വാഗ്ദാനമായി തന്നെ നിൽക്കുകയാണ്. അത് മാത്രമല്ല പഴയ 3 ഗഡുക്കളും ലഭിക്കും എന്നൊക്കെ ജീവനക്കാരുടെ പ്രതീക്ഷയായിരുന്നുവെങ്കിൽ പോലും ആ പ്രതീക്ഷയൊക്കെ താളം തെറ്റുകയാണ്. ധനവകുപ്പ് അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ജീവനക്കാരുടെ തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കും എന്ന നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയതിന്റെ വെളിച്ചത്തിൽ ഇതെല്ലാം ലഭിക്കുമെന്ന ജീവനക്കാരുടെ പ്രതീക്ഷകൾക്കൊക്കെ ബാലഗോപാൽ ഒരു തടയായി മാറുകയാണ്. കാരണം അദ്ദേഹമാണ് ഇതൊക്കെ ക്രമീകരിച്ചു കൊണ്ടുവരേണ്ടത്. സഖാക്കന്മാരുടെ മുഖം രക്ഷിക്കാൻ, അവരുടെ വാഗ്ദാനം ചെയ്യാനൊക്കെ ഇത്തരത്തിൽ പണം അനുവദിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പൊതുഖജനാവിൽ അതിന് മതിയാകുന്ന പണമില്ല എന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ബാലഗോപാൽ ഇത്തരത്തിലുള്ള നടപടിയൊക്കെ എടുത്തത് എന്നതാണ് അനുമാനിക്കുന്നത്. എന്തായാലും ബാലഗോപാൽ നിർണായകമായ ചില വിവരങ്ങളൊക്കെ, ചില തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഇത് വ്യക്തമാക്കുന്നത്. 16% ക്ഷാമബത്ത കുടിശ്ശിക PF-ൽ നിന്ന് പിൻവലിക്കാൻ അർഹതയുണ്ടായിട്ടും ബാലഗോപാൽ അത് തടഞ്ഞു വെക്കുകയാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും തോമസ് ഐസക് ഉൾപ്പെടെയുള്ള സഖാക്കന്മാരുടെ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് KN ബാലഗോപാൽ. പലതവണ പല രീതിയിൽ ഇവിടുത്തെ സർക്കാരിന്റെ ഓരോ നിർദ്ദേശങ്ങൾ പ്രകാരം, സർക്കാരിന്റെ ഓരോ അനാവശ്യ പരിപാടി പ്രകാരം കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അതേ നടപടി തുടരുകയാണെങ്കിൽ അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലുകൾ എന്നുള്ള തിരിച്ചറിവ് ധനവകുപ്പിന് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. പക്ഷെ ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത് സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ജോലി ചെയ്ത് അതിൽ നിന്ന് PF അതുപോലെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നതാണ് എന്ന് മാത്രമാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം ഇതൊക്കെ ഒരു പൊതുജനങ്ങളിലേക്ക് എത്തേണ്ടുന്ന പണമാണ്. അപ്പോൾ അത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അതേ സ്ഥാനത്ത് ധനവകുപ്പിന്റെ സ്ഥിതിഗതികളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഇവിടെ നടത്താൻ പോകുന്ന അടുത്ത ആഡംബര പരിപാടികളൊക്കെ മാറ്റിവെച്ചാൽ അത് ധനകാര്യ വകുപ്പും ധനമന്ത്രിയും എടുക്കുന്ന ഏറ്റവും നല്ല
മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നടപടി തന്നെയാകുമെന്നാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല കമന്റുകളും വരുന്നത്.